കത്തോലിക്ക സഭ ഒക്ടോബർ മാസത്തെ ജപമാല മാസമായി ആചരിക്കുന്നു. എന്തുകൊണ്ടാണ് ഈ മാസം ജപമാലയ്ക്കായി സമർപ്പിച്ചിരിക്കുന്നത്? അതിന്റെ ചരിത്രവും ആത്മീയ പ്രാധാന്യവും നമുക്കൊന്ന് കാണാം. അതിന്റെ ചരിത്രം എങ്ങനെയാണ്? കത്തോലിക്ക സഭ ഒക്ടോബർ മാസം ജപമാലയ്ക്കായി സമർപ്പിക്കാൻ പ്രധാനമായിട്ടുള്ള കാരണം ഒക്ടോബർ 7 ആഘോഷിക്കുന്ന ജപമാല രാജ്ഞിയുടെ തിരുനാളാണ്. 16-ാം നൂറ്റാണ്ടിൽ ലബാൻഡോ യുദ്ധം, ദ ബാറ്റിൽ ഓഫ് ലബാൻഡോ 1571, 1571 ആ യുദ്ധം നടന്നപ്പോൾ അന്ന് മാർപ്പാപ്പയായിരുന്ന വിശുദ്ധ പയസ് 5 യൂറോപ്പിലെ ക്രൈസ്തവർ ഒന്നടങ്കം ജപമാല ചൊല്ലി പ്രാർത്ഥിക്കണമെന്ന് ആഹ്വാനം ചെയ്തിരുന്നു. എണ്ണത്തിൽ വളരെ കുറവായിരുന്ന ക്രൈസ്തവ സൈന്യം തുർക്കി നാവിക സേനയെ അത്ഭുതകരമായി പരാജയപ്പെടുത്തി. ഇതൊരു അത്ഭുത വിജയമായിരുന്നു. ഈ വിജയം പരിശുദ്ധ കന്യകാമറിയത്തിന്റെ മധ്യസ്ഥതയും ജപമാലയുടെ ശക്തിയും കാരണമാണെന്ന് മാർപ്പാപ്പ പ്രഖ്യാപിച്ചു. ഈ വിജയത്തിന്റെ നന്ദി സൂചകമായി വിശുദ്ധ പയസ് 5 മാർപ്പാപ്പ ഒക്ടോബർ 7 ജപമാല രാജ്ഞിയുടെ തിരുനാളായി സ്ഥാപിച്ചു. ഒക്ടോബർ മാസം മുഴുവനായും ജപമാലയ്ക്കായി സമർപ്പിച്ചത് പിന്നീട് വന്ന ലയോ 13 മാർപ്പാപ്പയാണ്. ലയോ 13 മാർപ്പാപ്പ 1884 സുപ്പീരിയോറെ ആനെ എന്ന എൻസൈക്ലിക്കൽ വഴി സഭ നേരിടുന്ന പരീക്ഷണങ്ങളിൽ സ്വർഗീയ സഹായം ലഭിക്കുന്നതിനായി ഒക്ടോബർ മാസം മുഴുവൻ, ആ മാസം മുഴുവൻ ജപമാല ചൊല്ലി പരിശുദ്ധ അമ്മയെ വണങ്ങണമെന്ന് കൽപ്പിച്ചു. അങ്ങനെയാണ് ഇത് ഒക്ടോബർ മാസം മുഴുവൻ ജപമാല മാസമായിട്ട് പ്രഖ്യാപിക്കപ്പെടുന്നത്. നമ്മൾ അല്പം ഒന്ന് ജപമാല ആരംഭിച്ചത് എങ്ങനെയാണെന്നും ആ പ്രാർത്ഥന എന്താണെന്നും മനസ്സിലാക്കുന്നത് നല്ലതാണ്. ജപമാലയുടെ ഇപ്പോഴത്തെ രൂപം ലഭിക്കുന്നത് വിശുദ്ധ ഡൊമിനിക്കിനാണ്. 1214 പരിശുദ്ധ കന്യകാമറിയം അദ്ദേഹത്തിന് പ്രത്യക്ഷപ്പെട്ട് ജപമാല ഒരു ആത്മീയ ആയുധമാക്കി നൽകി. ദി സ്പിരിച്വൽ വെപ്പൺ എന്നാണ് സഭ വിശ്വസിക്കുന്നത്. ഇതൊരു ധ്യാനാത്മക പ്രാർത്ഥനയാണ്, കണ്ടംപ്ലേറ്റീവ് പ്രയർ. യേശുവിന്റെ ജീവിതത്തിലെ പ്രധാന സംഭവങ്ങളെ മറിയത്തിലൂടെ ധ്യാനിക്കുന്ന ഒരു പ്രാർത്ഥനയാണിത്. ഇത് വെറും ഒരു പ്രാർത്ഥന മാത്രമല്ല, അത് യേശുവിന്റെ ജീവിതത്തിലെ പ്രധാന സംഭവങ്ങളായ മഹിമ, ദുഃഖം, സന്തോഷം, പ്രകാശം ഇതിനെക്കുറിച്ച് ധ്യാനിക്കുന്നു. അമ്മയായ മറിയത്തിന്റെ കണ്ണുകളിലൂടെയാണ് നമ്മൾ ഈ സംഭവങ്ങളെയെല്ലാം കാണുന്നത്. ജപമാലയെ മുഴുവൻ സുവിശേഷത്തിന്റെയും സംഗ്രഹം എന്നാണ് മാർപ്പാപ്പമാർ വിശേഷിപ്പിക്കുന്നത്. ലോക സമാധാനത്തിനും പാപികളുടെ മാനസാന്തരത്തിനും വേണ്ടി ജപമാല ചൊല്ലി പ്രാർത്ഥിക്കണമെന്ന് പരിശുദ്ധ അമ്മ ഫാത്തിമയിലും മറ്റ് പ്രത്യക്ഷപ്പെടലുകളുമൊക്കെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇതാണ് ജപമാല പ്രാർത്ഥനയുടെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു ലക്ഷ്യം. കുടുംബങ്ങൾ ഒരുമിച്ച് ഇരുന്ന് ജപമാല ചൊല്ലുന്നത് കുടുംബ ഐക്യത്തിന്റെയും വിശ്വാസ വളർച്ചയുടെയും അടയാളമാണ്. ഒക്ടോബർ ജപമാല മാസം നമ്മെ എല്ലാവരെയും വിശ്വാസത്തിൽ വളരാനും കുടുംബത്തിൽ ഒരുമിച്ച് പ്രാർത്ഥിക്കാനും ക്രിസ്തുവിനെ കൂടുതൽ അടുപ്പത്തോടെ അനുഭവിക്കാനും സഹായിക്കുന്ന ഒരു പ്രത്യേക അവസരമായിട്ടാണ് സഭ കണക്കാക്കുന്നത്. നിലവിൽ നമ്മുടെ സഭയിൽ ജപമാല പ്രദക്ഷിണങ്ങളുണ്ട്. ദേവാലയങ്ങളിലും കപ്പേളകളിലും കുടുംബ കൂട്ടായ്മയിലുമെല്ലാം 10 ദിവസം വീതം ആഘോഷമായ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാറുണ്ട്. വ്യക്തിപരമായി ജപമാലകൾ ഈ മാസത്തിൽ കൂടുതൽ ചൊല്ലുവാൻ വിശ്വാസികളായ നാം പ്രത്യേകം ശ്രദ്ധിക്കാറുണ്ട്. ഒക്ടോബർ മാസത്തെ ജപമാല മാസമായി ആചരിക്കുമ്പോൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ മറിയത്തിന്റെ ഇടപെടലും യേശുവിന്റെ ജീവിതവുമായുള്ള ബന്ധവും പുതുക്കാനും അതിലാഴപ്പെടാനും സഭ നമ്മോട് ആഹ്വാനം ചെയ്യുന്നു.